നമസ്തേ. ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മോഹൻജിയെക്കുറിച്ച് രാജേഷ് കമത്ത് എഴുതിയിട്ടുള്ള ബാബ എന്ന ഗ്രന്ഥത്തിലെ ബാൽക്കൻ എൻകൗണ്ടേഴ്സ് എന്ന പേരിൽ ദേവി മോഹൻ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ചില പാഠങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം പലർക്കും അറിയാം, നമ്മൾ മോഹൻജി ഫാമിലിയിൽ അല്ലെങ്കിൽ മോഹൻജിയുടെ ഡിസൈപ്പിൾ ആവുന്നതിന് ശേഷം നമുക്ക് പല ഗുരുക്കന്മാരെയും കാണാനുള്ള ഒരു ഭാഗ്യം ലഭിക്കും. നാദാനന്ദജിയും ദേവിയമ്മയൊക്കെ അങ്ങനെയാണ് എനിക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവരെല്ലാം പരസ്പരം കണക്റ്റഡാണ്. ഒരു മാസ്റ്റർ നമ്മളെ ഡിസൈപ്പിളായിട്ട് സ്വീകരിച്ചാൽ ആ മാസ്റ്ററിൻ്റെ ഒരു ഗ്രേസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗുരുമണ്ഡലത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ പല മാസ്റ്റേഴ്സിനെയും ആരാധിച്ചിരുന്നവരുണ്ട്. അപ്പോൾ പലർക്കും അനുഭവമാണ്, അവരെല്ലാം നമ്മളെ മോഹൻജി ഗ്രൂപ്പിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ ഗുരു മോഹൻജി ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ പല ഗുരുക്കന്മാരെ പോയി കാണുകയും അവരുടെ അനുഗ്രഹം മേടിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് മനസ്സ് നമ്മളെ ഗുരുവിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുന്നത് എന്നുകൂടെ ഉള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഇത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിയമ്മയെ കാണുന്ന ആ ഒരു കാര്യം. അത് വയനാട്ടിൽ പോയപ്പോൾ ജിജിയുടെ അനുഭവം. കാരണം അഗസ്ത്യമുനിയെ സ്വപ്നത്തിൽ കണ്ട് പിറ്റേ ദിവസം അത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് അഗസ്ത്യമുനിയാണെന്ന് മനസ്സിലായി. പിറ്റേ ദിവസം ദേവിയമ്മയുടെ, അതായത് അഗസ്ത്യമുനിയുടെ നേരിട്ടുള്ള ശിഷ്യയാണ് ദേവിയമ്മ, ബാംഗ്ലൂർ ജീവിക്കുന്ന ദേവിയമ്മ. അപ്പോൾ ദേവിയമ്മയുടെ ഒരു അനുഗ്രഹം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ദേവിയമ്മ അയക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും അനുഗ്രഹിച്ചുകൊണ്ട്. അങ്ങനെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഡിവൈൻ എക്സ്പീരിയൻസസ് നമുക്ക് ലഭിക്കും. ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ ഒരു യൂണിറ്റി ഇൻ കോൺഷ്യസ്നെസ് ഇതെല്ലാം ഗുരുമണ്ഡലത്തിൽ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാകാത്ത ചിലർ മോഹൻജിയെ തെറ്റിദ്ധരിക്കുന്നതും അങ്ങനെ എങ്ങനെയാണ് ഒരു ഗുരുവിനെ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു അനുഭവം. അപ്പോൾ നമുക്ക് ഈ ഒരു അനുഭവത്തിലേക്ക് കടക്കാം. ഇത് ബാൽക്കൻ റീജിയനിലുള്ള, അതായത് ബാൽക്കൻ ഏരിയയിലുള്ള ഒരു ഡിവോട്ടിയുടെ അനുഭവമാണ്. മോഹൻജിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു മോഹൻജി ഫോളോവർ സെയിൻറ്റ് വാസ്ലിയെ, അദ്ദേഹത്തെപ്പറ്റി നമ്മൾ കേരളത്തിലുള്ളവരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ബാൽക്കനിലുള്ള ഒരു സെയിൻ്റാണ്, ഒരു വിശുദ്ധനാണ്. ഇന്ത്യയിലെ സായിബാബയെ പോലെ തന്നെ പല മതത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടീരം, ശവകുടീരം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലം, ആ പുണ്യസ്ഥലം എന്ന് പറയുന്നത് ഓസ്ട്രോക്ക് മൊണസ്ട്രി, അത് മോണ്ടിനെഗ്രോയിലാണ് ഉള്ളത്. അതൊരു കുന്നിൻ്റെ മുകളിലാണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിനെ സന്ദർശിക്കാനായിട്ട് ഒരുപാട് പേര് വളരെ ദൂരം താണ്ടി ഈ ഉയരത്തിലേക്ക് എത്താറുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു പ്രത്യേക ഈ ഒരു ലേഡിയാണത്, ഈ ഒരു സ്ത്രീ. മോഹൻജിയുടെ സോഷ്യൽ മീഡിയയിലൂടെ മോഹൻജിയുടെ ഇമേജുകളും, അതായത് ഫോട്ടോകളും മോഹൻജിയെ പറ്റിയുള്ള ബ്ലോഗുകളും എല്ലാം ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്നത് കണ്ടു. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ്, കുറച്ച് സുഹൃത്തുക്കൾ മോഹൻജിയുടെ ഫോളോവേഴ്സ് ആയിരുന്നു, മോഹൻജി ഡിവോട്ടീസ് ആയിരുന്നു. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസുകളെല്ലാം ഷെയർ ചെയ്യുന്നു, മോഹൻജിയെ പോയി കണ്ട ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്ത്രീക്ക് ഇതൊരു സംശയമായി, എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ പ്രപഞ്ചം എനിക്കിങ്ങനെ ഒരു റിമൈൻഡർ പോലെ അയക്കുന്നത് ഈ ഒരു ഗുരുവിനെ പറ്റി. അവർ വളരെ കറകളഞ്ഞ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ലേഡിയായിരുന്നു. അപ്പോൾ അവർക്ക് വേറൊരു കൾച്ചറിൽ നിന്ന്, വേറൊരു മതവിശ്വാസത്തിൽ നിന്ന് എന്തിനാണ് അങ്ങനെ ഒരു ഗുരുവിനെ എൻ്റെ അടുത്തേക്ക് അയക്കുന്നതെന്ന് സംശയം തോന്നിയിട്ട് അവർ ഈ ഒരു വിശുദ്ധൻ്റെ, സെയിൻറ്റ് വാസ്ലി, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആ ഒരു വിശുദ്ധ ഖബർ കുടീരത്തിൽ അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു, ഒരു ആശ്രമത്തിൽ പോയിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് മോഹൻജിയെ എൻ്റെ അടുത്തേക്ക് അയക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരാളെ എനിക്ക് പ്രപഞ്ചം അയച്ചു തരുന്നതെന്ന് അവർ പ്രാർത്ഥിച്ചിട്ട്, അവർക്ക് കുറേ ദിവസങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിച്ചില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും അവസാനം ഒരു രാത്രി പ്രാർത്ഥിച്ചിട്ടിരിക്കാനായിട്ട് എനിക്കൊരു മറുപടി കിട്ടണമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി അവരിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇനി ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ എനിക്ക് മോഹൻജിയുമായിട്ട് യാതൊരു കണക്ഷനില്ല, എനിക്ക് യാതൊരു ബന്ധമില്ല, ആ രീതിയിൽ അത് മറന്നു കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ വളരെ ദൃഢവിശ്വാസത്തോടു കൂടി ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഉറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ആ ഒരു വിശുദ്ധനോട് കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അവരവിടെ ഇരിക്കുന്നത് ആ ഒരു എന്താ പറയുക, ആ ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ആ ഒരു ആശ്രമത്തിൽ ഇരിക്കുന്നത് അവിടെയുള്ള സ്റ്റാഫ് കണ്ടില്ല. അവർ
അതിൻ്റെ കഥക് അടച്ചിട്ടങ്ങ് പോയി. ഒരു ആശ്രമത്തിൻ്റെ കഥക് അടച്ചിട്ട് പോയി. അപ്പോൾ അന്ന് രാത്രി മുഴുവനും അവരവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ, അവരാണെങ്കിൽ ഈ കഥക് അടച്ച് പോയതും ശ്രദ്ധിച്ചില്ല. കാരണം അത്രയും ഗാഢമായിട്ട് അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ആ സൈലൻ്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ച് രാത്രി കഴിയാറായപ്പോൾ അന്ത്യയാമത്തിൽ അവർക്ക് ഒരു വിഷൻ ലഭിക്കുകയുണ്ടായി, ഒരു ദിവ്യദർശനം. ആ ഒരു വിശുദ്ധൻ്റെ ദിവ്യദർശനം ലഭിച്ചു. അപ്പോൾ ആ ഒരു വിശുദ്ധൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എൻ്റെ കുഞ്ഞെ, നീ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യം എന്താണ്? മോഹൻജി ഞങ്ങളിൽ ഒരാളാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉത്തരമാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ ആ വിശുദ്ധനിൽ നിന്ന് നേരെ ഉത്തരം കിട്ടിയതുകൊണ്ട് അവർ പെട്ടെന്ന് മോഹൻജിയുമായിട്ട് കണക്ട് ചെയ്ത് ഭയങ്കര ഡീപ്പ് കണക്ഷനായിരുന്നു. പക്ഷേ അവർക്ക് എപ്പോഴും മോഹൻജി മറ്റ് മാസ്റ്റേഴ്സിനെ കാണുന്നതിനോട് ഭയങ്കര എതിർപ്പായിരുന്നു. അതായത് മോഹൻജിക്ക് മോഹൻജിയുടെ ശക്തിയിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ മറ്റ് വിശുദ്ധന്മാരെ കാണുന്നത്? അല്ലെങ്കിൽ നമ്മൾ പല സ്വാമിമാരെ മോഹൻജി കണ്ട കഥകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോഹൻജി ഈ വിശുദ്ധനായിട്ട് സെൻറ്റ് വാസ്ലിയായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. അപ്പോൾ അതുവരെ ആ ഒരു പാതയിലുള്ള ആളാണ്, ദൈവവുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ മറ്റ് ഗുരുക്കന്മാരുമായിട്ട് കണക്ട് ചെയ്യേണ്ട എന്നൊരു തോന്നൽ അവരുടെ ഒരു കൺസെപ്റ്റായിരുന്നു. നമുക്കറിയാം മോഹൻജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബ്രേക്കറാണ്. നമുക്കുള്ള ഐഡിയാസ്, ഗുരുവിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ അവരൊരിക്കൽ മോഹൻജിയോട് ചോദിച്ചു, മോഹൻജി, നിങ്ങൾ എന്തിനാണ് മറ്റ് മാസ്റ്റേഴ്സിനെ എല്ലാം കാണുന്നത്? നിങ്ങൾക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് മോഹൻജി മറ്റുള്ളവരെ നിങ്ങൾ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ മോഹൻജി പറഞ്ഞു, എൻ്റെ പണ്ടത്തെ ഹിമാലയൻ യാത്രകൾ മുതൽ ഇപ്പോൾ വരെ ഞാൻ പല ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പല ഗുരുക്കന്മാരുമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. അത് പല കഴിവുകളും പല തലത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവരെല്ലാം സന്ദർശിക്കുന്നത് എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് സിദ്ധികളുടെ ഒന്നും ആവശ്യമില്ല, ഞാൻ അതിൻ്റെ പുറകെ പോവാറുമില്ല. പക്ഷേ ഈ ഒരു ട്രഡീഷൻ്റെ ഒരു ഫ്ലോ ആണത്, അതിൻ്റെ ഒരു ഒഴുക്കാണ്, ഒരു വലിയ നദിയാണ് ഈ ട്രഡീഷൻ. അപ്പം ഇത് ഞാൻ ആഗ്രഹിച്ചിട്ട് കിട്ടുന്നതല്ല, ഇത് നമ്മുടെ ട്രഡീഷൻ അറേഞ്ച് ചെയ്യുന്നതാണ്. ഒരിക്കൽ സായിബാബ പറഞ്ഞിട്ടുണ്ട്, ആരാണോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവരെ ഞങ്ങൾ അയക്കുന്നതാണെന്ന് ഗുരുമണ്ഡലം മോഹൻജിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെയുള്ള ബ്ലോഗുകളിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ആ ഒരു ഫ്ലോ അനുസരിച്ച് പോകുന്നത്. ഇത് ഞാൻ തീരുമാനിക്കുന്നതല്ല, എനിക്കത് അറിയുകയും വേണ്ട, എന്തിനാണെന്നുള്ളത് ഞാൻ ആഗ്രഹിക്കാറില്ല. അത് ആ ഒരു ട്രഡീഷന്, ആ ഒരു പാരമ്പര്യത്തിനെ അറിയുള്ളൂ, എന്തുകൊണ്ടാണ് ഈ മാസ്റ്റേഴ്സിനെയൊക്കെ ഞാൻ കാണുന്നതെന്ന്. ഞാനിതൊന്നും ആഗ്രഹിക്കാറില്ല, അതിൻ്റെ പുറകെ പോവാറുമില്ല. അങ്ങനെയല്ല, പക്ഷേ ഇനി ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ, എനിക്ക് കാണേണ്ടി വരികയാണെങ്കിൽ ഞാൻ അവരെ റിജക്റ്റ് ചെയ്യാറില്ല, നിരസിക്കാറുമില്ല. ഞാനൊന്നും അങ്ങനെ സെലക്ട് ചെയ്യാറില്ല. ഞാൻ ആ പാരമ്പര്യത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോകുന്നതേ ഉള്ളൂ എന്ന്. പക്ഷേ ഈ ഒരു സ്ത്രീക്ക് മോഹൻജി മറ്റു ഗുരുക്കന്മാരെ കാണുന്നത് ഭയങ്കര എതിർപ്പായിരുന്നു. അവധൂത നാഥാനന്ദജിയെ കണ്ടപ്പോൾ നാഥാനന്ദജി ബ്രഹ്മർഷി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുകയും അതിൻ്റെ ഒരു വലിയ എന്താ പറയുക, അവധൂത നാഥാനന്ദജി കൊടുക്കുകയാണല്ലോ, സ്പിരിച്വൽ പവേഴ്സൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയെല്ലാം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടക്കേട് തോന്നി. അതിനുശേഷം അവർ മോഹൻജിയുമായിട്ട് ഡിസ്കണക്ട് ചെയ്യും. ആ ഒരു ഫംഗ്ഷന് ശേഷം, ആ സ്പിരിച്വൽ പവേഴ്സ് മോഹൻജിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫംഗ്ഷന് ശേഷം അവർ മോഹൻജിയുമായിട്ടുള്ള എല്ലാ ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ദേവി മോഹൻ എഴുതിയിട്ടുള്ളത്. ഇത് മൈൻഡ് ഗെയിമാണ്. കാരണം ഈ മോഹൻജി എന്താ പറയുക, അവരുടെ ട്രഡീഷനിൽപ്പെട്ട ഒരാളാണെന്നുള്ള ഒരു കൺഫർമേഷന് വേണ്ടി ഈ ലേഡി ഒരുപാട് നാൾ പ്രാർത്ഥിച്ചു, അത്രയും ഡീപ്പായിട്ട് പ്രാർത്ഥിച്ചു. ആ ഒരു കൺഫർമേഷൻ ആ ഒരു വിശുദ്ധനിൽ നിന്ന് തന്നെ നേരിട്ട് ലഭിക്കുകയും ചെയ്തു, ഞങ്ങളിൽ ഒരാളാണ് എന്ന്. പക്ഷേ ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മോഹൻജിയെ നിരാകരിക്കാനായിട്ട്, ആ ഒരു കണക്ഷൻ വിടിയിക്കാനായിട്ട് ആരുടെയും ഒരു കൺഫർമേഷൻ, ആരോടും ഒരു അനുവാദം അവർ ചോദിച്ചില്ല. അവരുടെ മൈൻഡിനെ അവർ കീഴടങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതിൽ ഗുരുവിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അവർക്കാണ്, അവർ വളരെ കാത്തിരുന്ന് കിട്ടിയ ആ ഗുരുവിനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഈ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യുന്നത് പലപ്പോഴും ഈ മൈൻഡ് ഗെയിം എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് അവെയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മുന്നിൽ വരുന്ന ആ ഗുരുവാണ് നമുക്കുള്ള ഗുരു. നമുക്ക് എന്താണോ വേണ്ടത് പാത്ത് ഓഫ് ലിബറേഷനിൽ നമുക്ക് കിട്ടിയിരിക്കും. അത് പല അനുഭവങ്ങളിലൂടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗുരുവിനെ മുറുകെ പിടിക്കുക. മൈൻഡ് ഗെയിം എന്താണ് എന്നുള്ളത് അവെയർ ആയിട്ടിരിക്കുക. മൈൻഡിൻ്റെ ഗെയിമുകളെ പറ്റി നമുക്ക് നല്ല ബോധ്യമുള്ളപ്പോൾ നമുക്കതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഒരു അനുഭവം അതാണ് തെളിയിക്കുന്നത്. നമ്മൾ മൈൻഡിൻ്റെ ഗെയിംസിന് നിന്നു കൊടുക്കരുത് എന്നുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.